ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം വൈറലായ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തതാണ്. ഇത് ട്രൈ ചെയ്യുമ്പോൾ ഇതിൽ വലിയ റിസൾട്ട് ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ വെറുതെ ഇതിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും സംഭവം നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതും ഇതെങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഇനിയിപ്പോൾ എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും ഇത് എത്രത്തോളം നിറം കിട്ടുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. ചോറെല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. ബാക്കി വന്ന ചോറ് ഒരു 3 ടീസ്പൂണോളം എടുക്കുക കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. പാലൊരു 3 ടേബിൾ സ്പൂണോളം പാലെടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങൊന്നും ചെയ്യണ്ട. അത് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലവണ്ണം തന്നെ അടിച്ചെടുത്ത് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു പാന് വെച്ചിട്ട് അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് നേരം ഇട്ടിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇത് മൊത്തത്തിലൊന്ന് ചൂടായി കിട്ടണം. നമ്മളിപ്പോൾ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ചൂടിലിട്ട് ചെയ്യുന്നത് കൊണ്ട് അത് ചൂടാവാനും കുറച്ചൊരു സമയം വേണം. ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന, അതായത് വിട്ട് വരുന്ന പോലെ ആവുന്ന രൂപത്തിലാവുമ്പോൾ നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ പാത്രത്തിൻ്റെ ചൂട് തണിയുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഈ ചൂടാക്കൽ സ്റ്റെപ്പ് നിർബന്ധം ഉണ്ടോ എന്നെല്ലാം ചോദിക്കും. പക്ഷേ അങ്ങനെയാണ് ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ചെയ്താലായിരിക്കും റിസൾട്ട് ഉണ്ടാകുക. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാണ്ട് നിൽക്കുക. നമ്മൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക. വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എന്തായാലും അത് കരിഞ്ഞു പോകാനും അടിക്ക് പിടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചെടുത്ത ചോറാണല്ലോ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. അതുപോലെ തന്നെ ഇതൊരു മാതിരി ഒരു സ്റ്റാർച്ച് പോലെ ഇങ്ങനെ വലിഞ്ഞ് കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂട് ആറിയതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ പിന്നെ അതിൻ്റെ ചൂടിൽ കുറച്ചും കൂടി ഇതാവും. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം ഞാനിത് നല്ല കഴുകി വൃത്തിയാക്കി ഫേസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിത് കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഫേസിലിട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനും ഫേസിലിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫേസിലിടാണ്ടുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഇത് കണ്ടോ ഇങ്ങനെ പറ്റി കളിക്കുക ചെയ്യുക. ഇത് ഡ്രൈ ആവുമൊന്നുമില്ല കേട്ടോ. ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ ഫേസിലേക്ക് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 15-20 മിനിറ്റിന് ശേഷം നിങ്ങൾ സാധാരണ വെള്ളത്തിൽ ഇത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റിന് ശേഷം ഞാനിത് കൈ കളയാണ്. അപ്പോൾ നല്ലോണം പിന്നെ ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 15 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എല്ലാം ഒന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ മുഖം നല്ലൊരു തിളക്കം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ പച്ചരീനെ കൊണ്ടല്ലോ ഒരുപാട് ഫേസ് പാക്ക് ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഞാനിതെല്ലാം ഒന്ന് തുടച്ചിട്ട് ഞാൻ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ ചിലർ പറയാറുണ്ട് വെള്ളമുള്ള കൈ കാണുന്നേരം അല്ലെങ്കിൽ പിന്നെ കളറുള്ള പോലെ തോന്നുന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. കാരണം വളരെ എല്ലാവരുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. എൻ്റെ 2 കൈയും വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മറ്റേ കൈ അത്യാവശ്യം കുറച്ച് കളറില്ല. ഈ ഒരു കൈക്ക് നല്ലൊരു ഗ്ലോ ഫസ്റ്റ് യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. താങ്ക്